ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S24 പ്ലസിൻ്റെ ലോങ് ടേം റിവ്യൂ ആണ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ എന്താ പറയുക, മിസ്സസ് നിയോൺ ടെക് എന്ന് വിളിക്കാം. എൻ്റെ വൈഫാണ് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇവളെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇത് സാംസങ് ഗാലക്സി S24 പ്ലസ് ഇപ്പോൾ എത്രയായി, കഴിഞ്ഞ ഏകദേശം ഒരു 1 ഇയർ ഉണ്ടാവില്ലേ? കഴിഞ്ഞ 1 ഇയറിന് മുകളിലായിട്ടുണ്ടാവും. 1 ഇയറിന് മുകളിലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിന് മുന്നേ സാംസങ് ഗാലക്സി S22 പ്ലസ് അല്ലേ, S22 പ്ലസ് യൂസറായിരുന്നു. പിന്നെ S23 സീരീസിലേക്ക് മാറിയില്ല. അതിനുശേഷം S24 പ്ലസിലേക്കാണ് ഡയറക്റ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഈ ഒരു വർഷം കൊണ്ട് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം, ഇതിൻ്റെ നല്ല വശങ്ങൾ, ഇതിൻ്റെ പോരായ്മകൾ എല്ലാമായിരിക്കും ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയൂ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളതും ഇതിൻ്റെ ആൻസേഴ്സും ഒന്നും തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ എന്താണോ ആൻസർ പറയുന്നത് ആ സമയത്തായിരിക്കും അറിയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാം, അതിൻ്റെ നിൻ്റെ അഭിപ്രായം പറയണം. ഫൈൻ? ഓക്കെ. സോ ഒന്നാമത്തെ ചോദ്യം, ഈ ഫോണ് S24 പ്ലസ്സിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ലൈക്ക് ഒരു ലാഗും ഒരു എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ തുറക്കണമെങ്കിൽ ഒട്ടും ലാഗ് ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ യൂസ് ചെയ്ത ഫോണുകളിൽ വെച്ച് ഏറ്റവും ലാഗ് ഫ്രീ ആയിട്ട് ഒരു സംഭവം നമുക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതേപോലെ വരും. അല്ലാണ്ട് ഗ്ലിച്ച്, ഹാങ്, സ്റ്റക്ക് ഇങ്ങനത്തെ ഒരു ഇതും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ബേസിക്കലി പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് വേറൊരു കാര്യം ഞാൻ പറയാം, വലിയ ഇത് അറിയുമെന്ന് അറിയില്ല, ഇതിനകത്ത് ഏത് പ്രോസസ്സറാണ് ഉള്ളതെന്ന് അറിയാം ഈ ഫോണിൻ്റെ അകത്ത്? ഇല്ല? ഓക്കെ, ഫൈൻ. ഇതിനകത്ത് ഞാൻ പറയുന്നത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം, അതായത് സാംസങ്ങിൻ്റെ S24 സീരീസിൽ S24 അൾട്രയിൽ അവരുടെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് വന്നത്. പക്ഷേ S22 പ്ലസ്സിൽ സ്നാപ്ഡ്രാഗൺ ആയിരുന്നു, S23 പ്ലസ്സിലും സ്നാപ്ഡ്രാഗൺ ആയിരുന്നു. ബട്ട് S24 പ്ലസ് വന്നപ്പോൾ അവർ എക്സിനോസ് ചിപ്സെറ്റാണ് കൊണ്ടുവന്നത്. പൊതുവേ ടെക് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു എന്താ പറയുക, തെറ്റിദ്ധാരണയല്ല, ഒരു പറച്ചിലുണ്ട്. അതായത് എക്സിനോസ് സാംസങ് ഉണ്ടാക്കുന്ന ചിപ്സെറ്റ് ഭയങ്കര മോശമാണ്, ഭയങ്കര ലാഗാണ്, ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റാവും, ഗ്ലിച്ചാണ്. എക്സിനോസ് ആണോ പ്രോസസ്സർ, അത് 1 വർഷം പോയിട്ട് 6 മാസം പോലും തികച്ചോടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബട്ട് ഇവിടുത്തെ ഒരു യൂസർ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ആൻഡ് ഇവിടെ തന്നെ പറയുന്നത് നല്ല പെർഫോമൻസ് ഉണ്ട്, ലാഗൊന്നും ഇല്ലയെന്ന്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഞാൻ സാംസങ്ങിനെ നിന്ന് പൈസ മേടിച്ചിട്ട് പറയാമെന്ന് പറയും. ബട്ട് ഒരു യൂസർ പറയുന്ന സമയത്ത് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എക്സിനോസ് ഭയങ്കര ശോകമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് മേ ബി ഇതൊരു ആൻസറായിട്ട് എടുക്കാം. ഓക്കെ. സോ പെർഫോമൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? ഡിസ്പ്ലേ നല്ലതാണ്, എനിക്കങ്ങനെ മോശമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. ഔട്ട്ഡോറിലൊക്കെ പോകുന്ന സമയത്ത് സൺലൈറ്റിൽ അത് ഓട്ടോ ബ്രൈറ്റ്നസ്സും എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റിൽ പോവുകയാണെങ്കിലും അതിനനുസരിച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സൺലൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് ചിലപ്പോൾ ഒന്ന് ഹീറ്റിങ് തോന്നാറുണ്ട്, ചെറുതായിട്ട്. അതായത് ഡയറക്റ്റ് ഫോണിൽ സൺലൈറ്റ് വീഴുന്ന സമയത്ത്, ബേസിക്കലി ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് വീഴുന്ന ടൈമിൽ മാത്രം ചെറിയൊരു ഹീറ്റിങ് ഫോണിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമാണ്, എല്ലാ ഫോണിനും ഉണ്ടാകുന്നതാണ്. ബട്ട് ആ സമയത്ത് വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, വിസിബിലിറ്റി പ്രശ്നം. ബട്ട് ഈ ഫോണിൽ വന്നിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറഞ്ഞ ഗ്ലാസ്സാണ്. ആക്ച്വലി ഈ ഫോണിൻ്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ്സാണ്, ആൻഡ് അത് രണ്ടും സെയിം ഗ്ലാസ്സാണ്. ബട്ട് ഇത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ ഇതിനകത്ത് സ്ക്രാച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അത് ഇതിൽ കാണുമോന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ നിൽക്കുമോ? ഓക്കെ, ഫൈൻ. ചെറിയ സ്ക്രാച്ച്, ഒരു മൈനസ്. ആള് സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യാറില്ല. സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതുവരെ ഇട്ടിട്ടില്ല ഫോണിൽ, കൈ ഉപയോഗിക്കാൻ തുടങ്ങി തൊട്ട് ഇപ്പോൾ വരെ. ഞാൻ എനിക്കോട് കേസ് യൂസ് ചെയ്യാറുണ്ട്. ഫ്രെയിമിൽ എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ? ഇല്ല. ഓക്കെ. കേസ് ഫുൾ ടൈം യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഫ്രെയിമിൽ സ്ക്രാച്ച് ഒന്നുമില്ല. ബട്ട് സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഡിസ്പ്ലേയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. സോ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറഞ്ഞ് ഇത്ര ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ പോലും സ്ക്രാച്ചസ് വരും. ആൻഡ് ഫോൺ താഴെ വീണിട്ടുണ്ടോ? ഒരുപാട് തവണ വീണിട്ടുണ്ട്. സോ ഒരുപാട് തവണ വീണിട്ടുണ്ടെങ്കിലും സ്ക്രീൻ പൊട്ടിയിട്ടില്ല, ബട്ട് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേക്ക് നമുക്ക് 5 out of 5 ഫൈൻ. ഓക്കെ, 5 out of 5. ഓക്കെ. ഇനി ഡിസ്പ്ലേ കഴിഞ്ഞു,
ക്യാമറ. എല്ലാവരും എസ് സീരീസ് പൊതുവേ എടുക്കുന്നത് ക്യാമറ ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. എന്താണ് നിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടാറുണ്ട്. ഞാൻ എടുക്കുമ്പോഴാ അങ്ങനെയില്ല, ആരെടുത്താലും നല്ല ഫോട്ടോ ഒക്കെ കിട്ടാറുണ്ട്. സോ ഏതാ, ലൈക്ക് പ്രൈമറി ക്യാമറയുടെ ഫോട്ടോ ആണോ അതോ പോർട്രേറ്റ് ഫോട്ടോ ആണോ? പോർട്രേറ്റ് നന്നായിട്ട് വരാറുണ്ട്, അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ലാഗ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ലാഗ് ക്യാമറയിൽ അങ്ങനെ ലാഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഫോട്ടോ എടുത്തിട്ട് പിന്നെ പ്രോസസ് ചെയ്ത് അതുണ്ട്, 1-2 സെക്കൻഡ് അത്രേ ഉള്ളൂ. പോർട്രേറ്റ്. ഓക്കെ. ആൻഡ് അൾട്രാ വൈഡ് ക്യാമറ ഓവറോൾ എല്ലാ ക്യാമറ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. സോ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആര് ഫോട്ടോ എടുത്താലും നല്ല ഫോട്ടോ വരുന്നുണ്ട് എന്നാണ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സെൽഫിയും മോശമൊന്നുമില്ല, നല്ല തന്നെയാണ്, നല്ല ഗ്ലാമറൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ ഫൈൻ, സെൽഫി ഈസ് അപ്രൂവ്ഡ്. ഇനി ഓക്കെ, വീഡിയോ ക്വാളിറ്റി. ശരി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഷേക്ക് ഉണ്ടോ? നടന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇല്ല. സ്റ്റെബിലൈസേഷൻ നല്ലതാണ്. ഇനി ഇരുട്ടത്ത് ലോ ലൈറ്റിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്താണ് അഭിപ്രായം? നന്നായിട്ട് തന്നെ വരുന്നത്. ലോ ലൈറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. സോ അതിലും ഡിസപ്പോയിൻമെൻ്റ് ഒന്നും പറയുന്നില്ല. ഓക്കെ, ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് തോന്നാറുണ്ടോ? ഒരുപാട് നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഹീറ്റിംഗ് തോന്നാറുണ്ട്. അതും എനിക്ക് തോന്നുന്നു സൺലൈറ്റിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് തോന്നുന്നു. സോ സൺലൈറ്റിൽ നിങ്ങൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരം എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഫോണ് ചൂടാവുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. S24 സീരീസിൽ സാംസങ് കൊണ്ടുവന്ന ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്നറിയോ? S22 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് S22 അല്ലെങ്കിൽ S23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ S24 സീരീസിൽ അവർ കൊണ്ടുവന്ന ഒരു മേജർ ഫീച്ചർ ഉണ്ട്. അറിയില്ല. AI ഫീച്ചറാണ്. ഗാലക്സി AI എന്നൊരു സംഭവമാണ് അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഗാലക്സി AI. സോ എന്താണ് AI-നെ പറ്റി അഭിപ്രായം? എന്തെങ്കിലും AI ഫീച്ചർ ഉപയോഗിക്കാറുണ്ടോ? ഒബ്ജക്റ്റ്, അതെ, ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പുറകിലെ ആൾക്കാരെ മാച്ച് കളയുന്ന ഒബ്ജക്റ്റ് എറേസർ എന്നൊരു സംഭവം. അതാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് വേറെ എന്തൊക്കെ AI ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് എന്നറിയോ? അതല്ലാതെ മറ്റേ സെർച്ച് ചെയ്യുന്ന സംഭവം, മട്ടം വരയ്ക്കല്, സർക്കിൾ ടു സെർച്ച്. ഓക്കെ, ഐഫോണുകാരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഈ ആൻഡ്രോയിഡുകാരെ കാണുമ്പോഴുള്ളൊരു വിഷമം അതാ. ഐഫോണിന് സർക്കിൾ ടു സെർച്ച് ഇല്ല, ആൻഡ്രോയിഡ് ഫോണിന് മാത്രമേ ഉള്ളൂ. സോ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഹെൽപ്ഫുള്ളാണ്. പിന്നെ വേറെ എന്തെങ്കിലും കുറേ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഓക്കെ, സോ ഒരു നോർമൽ പേഴ്സൺ ഇതേപോലെ ഫോൺ എടുക്കുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്ന 2 കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഒബ്ജക്റ്റ് എറേസ് ചെയ്ത് കളയുക. രണ്ടാമത്തത് സർക്കിൾ ടു സെർച്ച്. വേറൊരു ഫീച്ചറും കൂടി ഇതിനകത്തുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് കോൾ വരുമ്പോൾ നമ്മൾ വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ലൈവായിട്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഇന്ത്യൻ ലാംഗ്വേജസ് ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ആൻഡ് ഇപ്പോൾ മലയാളം, തമിഴ്, കന്നഡ ഇതൊക്കെ സംസാരിച്ചാൽ അതിനും മനസ്സിലാവില്ല. സോ അതോ അറിയാതെ ഓൺ ആയിക്കഴിഞ്ഞാൽ കോൾ കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഡിസ്കണക്റ്റ് ആക്കി പോകാറാണ് പതിവ്. വേറൊരു ഈ ഫീച്ചറും കൂടി ഉണ്ട്. ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? അതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ അയക്കുകയാണെങ്കിൽ ചില സംഭവങ്ങൾ എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് സെർച്ച് ചെയ്യാറുണ്ട്. അല്ല, സെർച്ച് അതല്ല, അതായത് ഇപ്പോൾ നമ്മൾ ഇമെയിലൊക്കെ അയക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു, അത് നമുക്ക് AI ഉപയോഗിച്ച് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. ഇല്ല. ഓക്കെ, റൈറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ബട്ട് അത് എനിക്ക് തോന്നുന്നു പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും അത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഒരു കാഷ്വൽ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസറിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അതുമല്ല. ബട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ മെയിലൊക്കെ അയക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് റാൻഡം ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അത് കുറച്ചുകൂടി പ്രൊഫഷണലാക്കുക, കാഷ്വലാക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇന്ന് 2025 പോലും AI ഫീച്ചേഴ്സ് കാരണം ആൾക്കാർ ഫോൺ എടുക്കുന്ന ഒരു രീതിക്ക് കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. ബട്ട് അഗെയിൻ ഈ പറഞ്ഞ പോലെ സർക്കിൾ ടു സെർച്ച്, ഒബ്ജക്റ്റ് എറേസർ, ഇതിപ്പോൾ എല്ലാ ഫോണുകളിലും കോമൺ ആണ്, നോട്ട് ജസ്റ്റ് ഫോർ ഗാലക്സി AI. അങ്ങനത്തെ ഫീച്ചേഴ്സാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ബാറ്ററി ലൈഫ്. ഞാനിപ്പോൾ ഫുൾ ഡേ ഒരു സിംഗിൾ ചാർജിൽ തന്നെ ഫുൾ ഡേ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നൈറ്റ് കിടക്കാൻ നേരത്ത് കുത്തിയിടും, അത് കഴിഞ്ഞ്
രാവിലെ ഫുൾ ചാർജ് ആകുമ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഫുൾ ഡേ അത് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. എനിക്ക് പൊതുവേ അങ്ങനെ ഒരുപാട് യൂസ് വരാറില്ല. പിന്നെ സാധാ യൂസ്, അതായത് റീൽസ് സ്ക്രോൾ ചെയ്യുക, ഷോർട്സ് കാണാൻ, ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അങ്ങനത്തെ യൂസിനൊക്കെ ഫുൾ ഡേ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫുൾ. അപ്പോൾ രാത്രി പിന്നീട് ചാർജിന് കുത്തുമ്പോൾ ഏകദേശം എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 20-50. അപ്പോഴും 15-20% ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. ബട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പ്, പ്രത്യേകിച്ചും S22+ വെച്ച് നോക്കുമ്പോഴും. S22+ വെച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് നാളായല്ലോ. ഓക്കെ, ഫൈൻ. ബട്ട് സ്റ്റിൽ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലത്. അപ്ഡേറ്റ് ചെയ്യാറ് മീൻസ് ഫ്രീക്വൻ്റ്ലി ചെയ്യാറുണ്ട് ഇത്? ഇല്ല, ഫ്രീക്വൻ്റ്ലി ചെയ്യാറില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. ലൈക്ക് അപ്ഡേറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലേറ്റസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു പ്രോ ടിപ്പാണ്, വേറെ ഒന്നുമല്ല. പൊതുവേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, പുതിയ ഫോൺ ഇറങ്ങുന്ന സമയത്ത് പഴയ ഫോണുകളിൽ അപ്ഡേറ്റ് തന്ന് ക്യാമറ ക്വാളിറ്റി കുറയ്ക്കുക, ബാറ്ററി ലൈഫ് കുറയ്ക്കുക, ഇത്തരത്തിലുള്ള പരിപാടികൾ പല കമ്പനിയും ചെയ്യുന്നുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് അപ്ഡേറ്റുകൾ വന്ന ഉടനെ ചെയ്യാതെ കുറച്ച് നാളിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതുകൊണ്ട് മേ ബി ഇത്രയും നാളായിട്ട് 1 year ആയിട്ട് യൂസ് ചെയ്തിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫോൺ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ 25 വാട്ടിൻ്റെ ചാർജർ, സെപ്പറേറ്റ്ലി പർച്ചേസ് ചെയ്ത. ചാർജിങ് സ്പീഡ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 45 minutes to 1 hour ഏകദേശം അത്യാവശ്യം ചാർജ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു 80% എങ്കിലും മിനിമം ആവും. ഫൈൻ, അതുണ്ടാകും. സോ ഈ ചാർജിങ് സ്പീഡ് സാറ്റിസ്ഫൈഡ് ആണോ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓഫ് കോഴ്സ് ഫുൾ ഡേ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരാറില്ലല്ലോ. ഓക്കെ, ഫൈൻ. ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്, യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ അത് കറക്റ്റ് ആ പ്ലേസ്മെന്റിൽ വെച്ചിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ ചാർജ് ആവാതിരിക്കുക, പിറ്റേ ദിവസം രാവിലെ എനിക്ക് നോക്കുമ്പോഴായിരിക്കും അയ്യോ ചാർജ് ആയില്ലല്ലോ എന്ന്. അതുകൊണ്ട് അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ കേസ് ഉപയോഗിക്കണം, ഈ കണ്ട മാഗ്നറ്റുള്ള. ബട്ട് ആൾക്ക് ആ കേസ് ഇഷ്ടമല്ല. ഉപയോഗിച്ചിരുന്നു, ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നെ അത് ഉപയോഗിച്ചല്ല, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കേസ് ഞാൻ കൊടുത്തതാണ്, അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നതാണ്. എന്താ ഉപയോഗിക്കാത്ത? കാണാൻ അത്ര സുഖമില്ല. വേറൊരു സംഭവം, എക്സിനോസ് ചിപ്സെറ്റ് ആണെന്നൊക്കെ പറയും. ഇതിൻ്റെ നെറ്റ്വർക്ക് ബേസിക്കലി കോൾ ചെയ്യുന്ന സമയത്ത് കോളിൻ്റെ ക്വാളിറ്റി, നെറ്റിൻ്റെ സ്പീഡ്, നെറ്റ്വർക്ക് പൊതുവെ എങ്ങനെയുണ്ട്? കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല കണക്ടിവിറ്റി തന്നെയാണ്. 5G അതിപ്പോ എൻ്റെ സിമ്മിൻ്റെ പ്രശ്നമാണോ അതോ ഇതാണോ ഫോണിൻ്റെ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. 5G എനിക്ക് അത്ര നന്നായിട്ട് കിട്ടാറില്ല. എയർടെൽ സിം അല്ലേ? എയർടെൽ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾ 4G ഇട്ടിട്ടാണ് ഉപയോഗിക്കാറ്. 5G ഉള്ള സ്ഥലത്ത് പോലും 4G. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ 5G ഇട്ടാൽ നെറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് 4Gയിലേക്ക് ആക്കാറെന്ന്. സോ എനിക്കറിയില്ല, വേറെ ആരെങ്കിലും S24+ യൂസ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ? ഈ S24+ ഫോണുകൾ 5G കിട്ടാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് എയർടെൽ വരുന്നുണ്ടോ, അത് ജിയോയിൽ ഇല്ലാത്തതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ബട്ട് പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ 5G കിട്ടുന്നിടത്ത് ചിലപ്പോൾ കിട്ടും, ആ സമയത്ത് നല്ല സ്പീഡ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് 5G സിമ്പിൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു റേഞ്ച് കുറച്ച് കുറയുമ്പോൾ തന്നെ ഒട്ടും കിട്ടാതാവുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല. അത് കാരണം ഞാൻ പിന്നെ അത് ഉപയോഗിക്കാറില്ല. അല്ലാതെ കോൾ ചെയ്യുന്ന സമയത്ത് ലൈക്ക് സ്പീക്കറിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാറുണ്ടോ? അതൊക്കെ നല്ല, നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടോ? ഓക്കെ, സ്പീക്കറിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. സോ ഫോൺ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഇയർഫോൺ ഇല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഫുൾ വോളിയത്തിലിട്ടാണോ കേൾക്കാറ്? ഫുൾ വോളിയത്തിൽ ഇടേണ്ട ആവശ്യം വരാറില്ല. അത്യാവശ്യം സൗണ്ട് ഉണ്ട്. ഒരു ഹാഫ് ടു ഇത്തിരി ഇടുമ്പോൾ തന്നെ അത്യാവശ്യം സൗണ്ടിൽ വരാറുണ്ട്. അത് കാരണം ഫുള്ളിൽ അങ്ങനെ ഇടാറില്ല. ആൻഡ് വൈഫൈയും ബ്ലൂടൂത്തൊന്നും പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഓവറോൾ കണക്ടിവിറ്റി വൈസ് ഈ 5Gയുടെ ഒരു ചെറിയ പ്രശ്നം അത് സിമ്മിൻ്റെ ആണോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട്, അതൊഴികെ ബാക്കി എല്ലാം നോക്കുവാണെങ്കിൽ കണക്ടിവിറ്റി വൈസ് നല്ലതാണ്. ആൻഡ് ഇനി ലാസ്റ്റ് 2 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, S22+ ഇന്ന് എന്തുകൊണ്ട് S23 അൾട്രയിലേക്ക് പോയില്ല? ഐ മീൻ അതിലേക്ക് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ പറയാം. വൈ S23 അൾട്രയിലേക്ക് പോയില്ല? പൊതുവേ എനിക്ക് അൾട്ര എന്ന് പറയുമ്പോൾ സൈസും ഇതെല്ലാവരും കൂടുതലാണല്ലോ, കുറച്ചുകൂടെ വലിയ മോഡലായിരിക്കുമല്ലോ. അതെനിക്ക് പൊതുവേ താല്പര്യമില്ല.
അതുകൊണ്ടാണ് ഞാൻ പ്ലസ് സീരീസിൽ തന്നെ പിടിച്ചു നിന്നത്. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു എത്ര ഒരു കുറച്ച് നാള് ഞാൻ S23 യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസായിട്ട് തോന്നി. പക്ഷെ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് പ്രശ്നമായിരുന്നു. അതിനുശേഷം ഈ സൈസ് എങ്ങനെയുണ്ട്? ഈ സൈസ് എനിക്ക് കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ പൊതുവേ ആൾക്കാർ ഈ ഒരു സൈസിലുള്ള ഫോണുകളാണ് പ്രിഫർ ചെയ്യാറ്. S22 പ്ലസ് നിന്ന് S24 പ്ലസിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു മേജർ മാറ്റം ഓർത്തെടുക്കുക. 2 കൊല്ലം മുന്നേ ഉപയോഗിച്ചത് എന്തെങ്കിലും കാര്യം കൊണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല ഈ സാധനം. അങ്ങനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ക്യാമറ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആണ്. അത് എനിക്ക് തോന്നിയിരുന്നു. ഈ S22 പ്ലസ് ഞാനാണ് ആക്ച്വലി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ആൾ കൊടുത്തത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കട്ടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. പിന്നെ ഹീറ്റിംഗ്, എൻ്റെ ഒരു യൂസിന് നല്ലപോലെ ഹീറ്റിംഗ് ഉണ്ടായി ആ ഒരു ചിപ്സെറ്റിന്. എനിക്ക് തോന്നുന്നു എനിക്ക് അത്ര യൂസ് വരുന്നില്ല. ഓക്കെ, ആ ഒരു നോർമൽ യൂസ് കുഴപ്പമില്ല, ബട്ട് എക്സ്ട്രീം യൂസിന് ഉണ്ടായി. ബട്ട് ഇതിനങ്ങനെ ഇല്ല. ആൻഡ് ലാസ്റ്റ് ഗോൾഡൻ ക്വസ്റ്റ്യൻ, പ്രേക്ഷകർക്ക് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുമല്ലോ? ഓഫ് കോഴ്സ് എന്റെ പോലത്തെ യൂസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. എന്റെ പോലത്തെ യൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സ് എല്ലാം യൂസ് ചെയ്യാം. ഔട്ട്ലുക്ക്, ടീംസ്, അങ്ങനത്തെ ഇത്. പിന്നെ എന്താ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിൻട്രസ്റ്റ് ആള് ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ലിങ്കും കൂടി ഇട്ടേക്കാം. ക്രാഫ്റ്റ് പരമായിട്ട് കുറേ സാധനങ്ങൾ കയ്യിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് 24 മണിക്കൂർ നെറ്റ് ഓൺ ആയിരിക്കും. ഞാൻ അങ്ങനെ ഓഫ് ചെയ്യാറില്ല. ഗെയിംസ് ഇല്ല, ഗെയിംസ് കളിച്ചിട്ടേ ഇല്ല. എനിക്ക് കളിച്ചിട്ടുണ്ട്, മിനി മിൽസ് എന്തോ കളിച്ചിട്ടുണ്ട്. വലിയ ഗെയിംസ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, ഈ തരത്തിലുള്ള ഒരു യൂസറിന് ഈ ഫോൺ എങ്ങനെ ആപ്റ്റാണോ? ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഒരു വർഷത്തിൽ കൂടുതലായല്ലോ ഇപ്പൊ. ഇതിപ്പോ മാറ്റണം തോന്നുന്നുണ്ടോ ഈ ഫോൺ? ഇതുവരെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം എത്ര നാളും കൂടി ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും തോന്നുന്നു നിന്റെ യൂസിൽ? ഇനിയും ഒരു 2-3 ഇയേഴ്സും കൂടെ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് മാറ്റിയിട്ട് ഒരു ഐഫോൺ വാങ്ങി തരട്ടെ? വേണ്ട. അതെന്താ വേണ്ട, എനിക്ക് ഐഫോണിനോട് താല്പര്യമില്ല. ഓക്കെ, ഒരു കട്ട ആൻഡ്രോയിഡ് ഫാൻ ഗേൾ ആണ് നമ്മുടെ കൂടെ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ഈ യൂസ് ചെയ്ത ആൾ തന്നെ ബെസ്റ്റ് ആയിരിക്കും തോന്നിയോണ്ട് കൊണ്ടുവന്നാണ്. ഇത് സ്നാപ്ചാറ്റ് യൂസ് ചെയ്യാറുണ്ട്. മറന്നായി. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ട് സൈഡിൽ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ വരണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ടാറ്റ. ഞാൻ പറഞ്ഞു.